2025 ജൂലൈ 3 ആരംഭിച്ച അമർനാഥ് തീർത്ഥാടനം ഹിന്ദു ഭക്തരുടെ ഹൃദയങ്ങളിൽ ആഴമേറിയ ആത്മീയ പ്രാധാന്യം വഹിക്കുന്ന ഒരു വിശുദ്ധ യാത്രയാണ്. എന്നാൽ ഈ വർഷത്തെ യാത്ര ഭക്തർക്ക് അപ്രതീക്ഷിതമായ മാനസിക വേദനയാണ് നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ ദുർഘടമായ ഹിമാലയൻ പാതകളിലൂടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടക്കുന്ന ഈ യാത്രയിൽ തീർത്ഥാടകർ നേരിട്ടത് കൊടും തണുപ്പോ പാതയുടെ പ്രയാസങ്ങളൊന്നുമല്ല, മറിച്ച് പുണ്യക്ഷേത്രത്തിനുള്ളിലെ ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ്. പ്രകൃതിദത്തമായി മഞ്ഞിൽ രൂപപ്പെടുന്ന ബാബ ബർഫാനിയുടെ ശിവലിംഗം മുൻപെങ്ങുമില്ലാത്ത വിധം അതിവേഗം ഉരുകിത്തീരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ പ്രതിഭാസം ഭക്തർക്കിടയിൽ ആശങ്കയും ദുഃഖവും ഉളവാക്കിയിരിക്കുകയാണ്. അമർനാഥ് ഗുഹാക്ഷേത്രം ജമ്മു കശ്മീരിലെ ലിദ്ദർ താഴ്വരയിൽ ഏകദേശം 3888 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം ഹിന്ദു മതവിശ്വാസികൾക്ക് അതിപുണ്യമായ ഒരിടമാണ്. കാരണം ഇവിടെ വേനൽക്കാലത്ത് മഞ്ഞ് സ്വാഭാവികമായി ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് പെടുന്നത്. ഈ മഞ്ഞലിംഗം ബാബ ബർഫാനി എന്നറിയപ്പെടുന്ന ശിവന്റെ പ്രതീകമായാണ് ഭക്തർ ആരാധിക്കുന്നത്. എന്നാൽ 2025 തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഈ ശിവലിംഗം അസാധാരണമായ വേഗത്തിൽ ഉരുകുന്നതായി തീർത്ഥാടകർ ശ്രദ്ധിച്ചു. മുൻ വർഷങ്ങളിൽ ശിവലിംഗം 12 മുതൽ 15 അടി വരെ ഉയരത്തിൽ ഗംഭീരമായി നിന്നിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകനായ ജിതേന്ദ്ര ബഹദൂർ സിംഗ് നിരീക്ഷിച്ചു. 2018-2022 വർഷങ്ങളിൽ തൻ്റെ സന്ദർശനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ശിവലിംഗം വെറും 1.5 മുതൽ 2 അടി വരെ മാത്രമാണ് ഉയരത്തിൽ കാണപ്പെടുന്നത്, അതും ഉരുകി തുടങ്ങിയ അവസ്ഥയിൽ. ഈ കാഴ്ച ഭക്തരെ കണ്ണീരിലാഴ്ത്തി, അവരുടെ ഹൃദയങ്ങളിൽ ആഴമായ നഷ്ടബോധമുളവാക്കി. അമർനാഥിലേക്കുള്ള യാത്രാപാതകങ്ങളായ ബാൽട്ടാലിൻ്റെയും പെഹൽഗാമിൻ്റെയും ദൃശ്യങ്ങൾ പരിസ്ഥിതിയിലെ മാറ്റങ്ങളെ വ്യക്തമാക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നു. മുൻപ് ഈ പാതകൾ മഞ്ഞിൻ്റെ വെളുത്ത പുതപ്പിനാൽ മൂടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അവ വരണ്ട മണ്ണും പൊടിയും ചെളിയും കലർന്ന ഒരു ദുഷ്കരമായ ഭൂപ്രദേശമായി മാറിയിരിക്കുകയാണ്. കാൽനടയായും കഴുതപ്പുറത്തും പല്ലക്കുകളിലും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ ഈ പാതകളിൽ വലിയ പൊടിപടലങ്ങൾ ഉയർത്തുന്നുണ്ട്. ജമ്മു കശ്മീരിലെ പ്രത്യേകിച്ച് ശ്രീനഗറിന് ചുറ്റുമുള്ള അസാധാരണമായ ചൂട് ഈ മഞ്ഞിൻ്റെ ഉരുകൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഞ്ഞുവീഴ്ചയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഹിമാലയൻ മേഖലയിലെ മഞ്ഞിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, അമിതമായ ടൂറിസം എന്നിവയെല്ലാം ഈ പ്രതിഭാസത്തിന് കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. തീർത്ഥാടകരുടെ പ്രതികരണങ്ങൾ ഈ പ്രതിഭാസത്തിൻ്റെ ആഴത്തിലുള്ള ആഘാതം വെളിപ്പെടുത്തുകയാണ്. പട്നയിൽ നിന്നുള്ള സഞ്ജീവ് സൗരഭ് കഴിഞ്ഞ 15 വർഷമായി എല്ലാ കൊല്ലവും അമർനാഥ് യാത്ര നടത്തുന്ന ഒരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുൻകാലങ്ങളിൽ ശിവലിംഗം 15 അടി വരെ ഉയരത്തിൽ നിന്ന് ആത്മീയമായ ഒരു ഗാംഭീര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വർഷം അദ്ദേഹം കണ്ടത് വെറും 2 അടി ഉയരമുള്ള ഉരുകിത്തുടങ്ങിയ ഒരു മഞ്ഞുകട്ട മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് മഹാദേവൻ പിൻവാങ്ങുന്നത് പോലെ തോന്നുന്നു. ആഗോളതാപനം മാത്രമൊന്നും അല്ല പ്രശ്നം, മനുഷ്യൻ്റെ മൂല്യങ്ങളിലെ ഇടിവാണ് ഇതിന് കാരണമെന്ന് കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയിൽ നിന്നുള്ള വ്യവസായി വിശാൽ ജെയിനും സമാനമായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. മുൻപ് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ ഷർട്ടോ ട്രാക്ക് സ്യൂട്ടോ ധരിച്ചു പോകാം. യാത്രാമാർഗത്ത് പൊടിപടലങ്ങൾ ഉയർത്തുന്ന കഴുതകളും മഞ്ഞിൻ്റെ അഭാവവും അതിൻ്റെ യാത്രയെ ബുദ്ധിമുട്ടിലുള്ളതാക്കുകയും ചെയ്തു. ശിവലിംഗം എന്ന് പറയപ്പെടുന്നത് ഉരുകിത്തീർന്ന ഒരു ചെറിയ മഞ്ഞുകട്ടയായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുൻ BSF IG രാജാ ബാബു സിംഗ് 2022 ബാൽട്ടാൽ പെഹൽഗാം പാതകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ മഞ്ഞുവീഴ്ചയിലെ കുറവും വർദ്ധിച്ച തീർത്ഥാടകരുടെ എണ്ണവും ഹെലികോപ്റ്റർ ഗതാഗതവും സൈനിക വിന്യാസവും പരിസ്ഥിതിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥ വ്യതിയാനം ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ അമർനാഥ് ഷ്രൈൻ ബോർഡ് യാത്ര എളുപ്പമാക്കാൻ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് പരിസ്ഥിതിയിൽ പ്രതികൂല ഫലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1996 മുതൽ അമർനാഥ് സന്ദർശിക്കുന്ന ഡൽഹിയിലെ ശിവഭക്തി സേവാ ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരി രവീന്ദ്രകുമാർ ശർമ്മ 3 പതിറ്റാണ്ടുകളായുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. 90കളിൽ ശിവലിംഗം 35 മുതൽ 40 ദിവസം വരെ നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്, 16 അടി വരെ ഉയരത്തിൽ. എന്നാൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ഉരുകിത്തീരുകയാണ്. മുൻകാലങ്ങളിൽ ഏതാനും 100 തീർത്ഥാടകർ മാത്രം സന്ദർശിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പ്രതിവർഷം 7.5 ലക്ഷത്തിലധികം ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്റർ സേവനങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും പരിസ്ഥിതിയെ തകർക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർഷം അമിതമായ ചൂടും മഴയുടെ കുറവും പൊടിപടലങ്ങളും യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കി. ശ്രീനഗറിൽ പോലും തീർത്ഥാടകർ വേനൽക്കാലത്തിൻ്റെ ചൂട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇത് പരമ്പരാഗത കമ്പിളി വസ്ത്രങ്ങൾക്ക് പകരം നേർത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രതിഭാസം ഒരു പരിസ്ഥിതി പ്രതിസന്ധിയുടെ മുന്നറിയിപ്പാണോ, അതോ
ആത്മീയമായ ഒരു സന്ദേശമാണ് എന്ന ചോദ്യം ഭക്തർക്കിടയിൽ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ശിവലിംഗത്തിൻ്റെ അതിവേഗ ഉരുകൽ, ആഗോളതാപനം, അമിത ടൂറിസം അല്ലെങ്കിൽ മനുഷ്യൻ്റെ മൂല്യങ്ങളിലെ തകർച്ച എന്നിവയുടെ ഫലമായേക്കാം. സഞ്ജീവ് സൗരഭിൻ്റെ വാക്കുകൾ ഈ ആശങ്കയെ പ്രതിഫലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഹാദേവൻ തൻ്റെ മൂന്നാം കണ്ണ് തുറക്കാൻ പോകുന്നതായി തോന്നുന്നു. നമ്മുടെ വഴികൾ തിരുത്താൻ ഇനിയും വൈകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ സംഭവം മനുഷ്യർക്ക് പ്രകൃതിയോടുള്ള ബന്ധവും ആത്മീയ മൂല്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും പുനർവിചിന്തനവും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുകയാണ്. അമർനാഥിൻ്റെ പുണ്യമഞ്ഞുലിംഗം ഉരുകിത്തീരുന്നത് ഭക്തർക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ഗ്രഹത്തിൻ്റെ സന്തുലനം പുനഃസ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.